3 ദിവസം കൊണ്ട് നേടിയത് 50 കോടിയിലധികം രൂപയാണ്. തുപ്പാക്കിക്ക് ശേഷം 100 കോടി ക്ലബിൽ ഇടം നേടുന്ന അടുത്ത തമിഴ് ചിത്രമാകുമോ സിംഗം 2 എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന്റെ വിജയാഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. സൂര്യ, റഹ്മാൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഇതിവറ്റ ഡയലോഗുകളും സൂപ്പർ ഫൈറ്റുകളും വന്ന സിംഗം 2-നെ സൂര്യയുടെ ആരാധകർ ആഹ്ലാദത്തോടെയാണ് എതിരേൽക്കുന്നത്. ദുരൈ സിംഗമായിരുന്ന സൂര്യയുടെ വളർച്ചയിൽ തിയേറ്ററുകൾ കിടിലം കൊള്ളുന്നു. സൂര്യയുടെ കണ്ണിലെ ഭാവമാറ്റങ്ങളും ശരീരഭാഷയും ആരാധകർ കയ്യടിയോടെ ആസ്വദിക്കുന്നു. ഉത്സവകാലമല്ലാഞ്ഞിട്ടും ചിത്രത്തിൽ ലഭിക്കുന്ന മികച്ച പ്രതികരണത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സൂര്യ പറയുന്നു. ஒரு பண்டிகை நாளா இல்லாம யூஸ்வலா ஒரு ஃபெஸ்டிவல்ல ஒரு படத்தை சக்சஸ் பண்றதும் அந்த படத்துல இருக்கிற வணிக ரீதியான வெற்றியும் அது இன்னொரு உலகம். அது அப்படி இல்லாம பண்டிகை நாளா கூட இல்லாம வெள்ளிக்கிழமை எல்லாரும் வேலை செய்யற நாள் அன்னைக்கு இவ்வளவு பெரிய ஓப்பனிங் கொடுத்து அத்தனை பேருக்கும் செயற்கும் வர ரொம்ப ரொம்ப நன்றி. உங்களுக்கு இவ்வளவு பெரிய வெற்றி கொடுத்துருக்கீங்க. மனதார நான் நன்றி தெரிவிச்சுக்கிறேன். റിലീസ് ചെയ്ത് 2200 തിയേറ്ററുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ചിത്രത്തിലെ പ്രതിനായക വേഷത്തിലെത്തുന്ന റഹ്മാൻ പറയുന്നു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണെന്നും റഹ്മാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ കരിയറിൽ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫിലിം മാത്രമല്ല, ബഡ്ജറ്റ് വൈസോ ഫിനാൻഷ്യൽ വൈസോ മാത്രമല്ല, ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച ഒരു പടം ഒരു 2800ഓളം തിയേറ്ററിൽ റിലീസായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അത് സംതിങ് അത് ഇപ്പൊ എനിക്കറിയില്ല. ഐ തിങ്ക് മസ്റ്റ് ബി ഒരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നും പറയാം. എന്നാൽ സൂര്യയുടെ എനർജിയിൽ മാത്രമാണ് ചിത്രം മുന്നേറുന്നതെന്ന ആക്ഷേപമുണ്ട്. ചിത്രത്തിന്റെ ആദ്യ പകുതി പ്രേക്ഷകരെ രസിച്ചപ്പോൾ രണ്ടാം പകുതി വേണ്ടത്ര എത്തിയില്ലെന്ന് റിപ്പോർട്ടുണ്ട്. വിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും സംവിധായകൻ ഹരിക്കാണെന്നും പ്രേക്ഷകരോട് പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയുണ്ടെന്നും സൂര്യ ചെന്നൈയിൽ പറഞ്ഞു. മാറ്റാതെ ക്ഷീണം തീർക്കാൻ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾക്കുള്ളിൽ കോടികൾ വാരിക്കൂട്ടി മുന്നേറുന്ന സിംഗം 2-ന്റെ വിജയം സൂര്യക്കേറെ പ്രിയപ്പെട്ടതാകുന്നത്. സിംഗം 2-ന്റെ വിജയം തന്റെ സിനിമാ കരിയറിൽ നിർണായകമാണ്. ഈ വിജയം താനേറെ ആഗ്രഹിച്ചിരുന്നുവെന്നും സൂര്യ പറഞ്ഞു. அதோட கொஞ்சம் மனசுல கனமாக தான் இருக்கு. இவ்வளவு விஷயம் சுத்தியும் நடக்கிற விஷயங்கள் பார்த்துட்டு இருக்கும் போது நிச்சயமாக இந்த வெற்றி எனக்கு ரொம்ப தேவைப்பட்ட வெற்றி. எனக்கு ரொம்ப நாள் காத்துட்டு இருந்த வெற்றி கூட நான் சொல்லுவேன். இதுதான் ഉണ്മ. ഭാര്യ ജ്യോതികയും അച്ഛനും ഇത്രയേറെ സന്തോഷിച്ച വേറൊരു സമയം ഉണ്ടായിട്ടില്ല. അനിയൻ കാർത്തിക്കും ചിത്രത്തിന്റെ വിജയത്തിൽ ഏറെ സന്തോഷം. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും സംവിധായകൻ ഹരിക്കുള്ളതാണ്. பட் நான் பெருமைப்படுற விஷயங்கள் இவை. 2 வருஷமா ஜோ எனக்கு தெரியும். முதல் வாட்டி என் படத்தை பார்த்து ஜோ கை தட்டி பார்த்தது. இது வரைக்கும் ஒரு 4 வாட்டி பார்த்தாங்க. என் படத்தை கல்யாணத்துக்கு அப்புறமா பார்த்ததில்லை, எந்த படத்தையும் பார்த்ததில்லை. இந்த படம் பார்த்துட்டு கை தட்டினாங்க. அது எனக்கு ரொம்ப பெருமையான விஷயம். அப்பா ஒரு SMS அனுப்பிச்சாங்க. அப்படி ஒரு வார்த்தையெல்லாம் அப்பா யூஸ் பண்ணதே கிடையாது. அது கொஞ்சம் பர்சனலான விஷயம். பட் அப்படி ஒரு வார்த்தை அப்பா சொல்ல வச்சது ஹரி சார். உன என்ன பெருமையா இருக்குன்னு முதல் வாட்டி அப்பா சொன்னாங்க. அந்த வார்த்தை சொல்ல வச்சது ஹரி சார். ஸோ ரொம்ப சந்தோஷம் சார். எங்க அப்பா முன்னாடி நான் பெருமையா நிக்கிறதுக்கு காரணமா இருந்தது நீங்க. ஸோ தேங்க்யூ ஹரி சார். തമിഴ്നാടിന് പുറമെ കേരളം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ സിംഗം 2-ലെ പ്രേക്ഷകർ ഇരുകൈയിലേക്ക് സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സൂര്യ പറഞ്ഞു.